ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 2 അടിപൊളി ഡ്രിങ്ക്സ് തയ്യാറാക്കാം. ഇപ്പം നല്ല ചൂടുകാലമാണല്ലോ, അത് മാത്രമല്ല ലോക്ക്ഡൗൺ ആണ്, ആർക്കും പുറത്തു പോയി ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും എന്നാൽ നമുക്ക് ദാഹവും മാറും വിശപ്പും മാറും അതുപോലെയുള്ള 2 ഡ്രിങ്കുകളാണ് ഇന്ന് തയ്യാറാക്കുന്നത്. 2 വ്യത്യസ്തമായ ഡ്രിങ്കുകളാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ഡ്രിങ്കിനെ കുറിച്ച് ആരും കേട്ടിട്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണാൻ എല്ലാവരും ഒന്ന് കാണണം. എന്നാൽ നമുക്ക് ആദ്യത്തെ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു കുക്കറിലിട്ട് നന്നായിട്ട് പുഴുങ്ങി അതിൻ്റെ പുറമെയുള്ള തൊണ്ട് കളഞ്ഞ് എടുത്തേക്കുന്നതാണിത്. പിന്നെ പാല്, പഞ്ചസാര, പിന്നെ ഒരു 2 ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു നന്നായിട്ട് വെന്തതാണ്. അതേ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരും. അതേപോലെ ഒരു 5-6 വിസിൽ വരാൻ പാകത്തിന് ഇട്ടിട്ട് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമുക്ക് എന്നിട്ട് ഇതിന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് വളരെ സിമ്പിളാണ്. ചക്കക്കുരുവൊക്കെ ചക്ക ഉള്ള സമയത്ത് മാത്രം നമുക്ക് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ചക്കക്കുരുവൊക്കെ കഴിയുന്നതും ഉപയോഗിക്കുക എന്തെങ്കിലുമൊക്കെ രീതിയിൽ. അപ്പം നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാം, പലഹാരങ്ങൾ ഉണ്ടാക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഏലക്കായയുടെ തൊണ്ടൊന്നും വേണ്ട കേട്ടോ, 2 ഏലക്കായയാണിത്. ഇനി പാലും കൂടെ ഒഴിക്കാം. പാലും മുഴുവനായിട്ട് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് വേണം അടിച്ചെടുക്കാനായിട്ട്. ആദ്യം എന്നിട്ട് നമുക്ക് ചക്കക്കുരു നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തണുപ്പ് ആവശ്യമുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്നും അരഞ്ഞിട്ടില്ല, നല്ല പേസ്റ്റ് പോലെ ചക്കക്കുരുവൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു വരണം. നല്ലോണം വെന്തിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ അരഞ്ഞു വരുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മുടെ ചക്കക്കുരു കൊണ്ടുള്ള ഷേക്ക് ഇത് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. നമ്മുടെ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കാം. അത് അമൃതം ന്യൂട്രി മിക്സ് വെച്ചിട്ടുള്ള ഒരു ഷേക്കാണ് നമുക്ക് ഇനി 2ാമത്തെ ഡ്രിങ്കായിട്ട് ഉണ്ടാക്കുന്നത്. അമൃതം ന്യൂട്രി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം മുതൽ 3 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക്, വെയിറ്റ് ലോസ് ഉള്ള കുട്ടികൾക്ക് അംഗൻവാടി വഴി വിതരണം ചെയ്യുന്ന ഒന്നാണ്. ഇത് അംഗൻവാടികൾ വഴി മാത്രമാണ് ഇത് കിട്ടുള്ളൂ. മറ്റ് സൂപ്പർ മാർക്കറ്റിലോ കടകളിലോ ഒന്നും ഈ അമൃതം ന്യൂട്രി മിക്സ് കിട്ടില്ല. അമൃതം ന്യൂട്രി മിക്സ് എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അപ്പം അതിൻ്റെ ചേരുവകളെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇതിൽ ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര, ഇത്രയാണ് ഇതിലെ ചേരുവകൾ. അതിൻ്റെ അളവും ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ അളവിൽ എടുത്ത് നമുക്ക് പൊടിച്ച് ഉപയോഗിക്കാം. അമൃതം പൊടി പോലെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൊണ്ട് പലഹാരം ഉണ്ടാക്കാം. ഇപ്പം ഇത് വെച്ചിട്ട് ഒരു ഡ്രിങ്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒരു പഴം എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് ജ്യൂസാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെറുപഴമാണ്, പൂവമ്പഴമാണ് എടുത്തേക്കണത്. ഞാലിപ്പൂവിന്, റോബസ്റ്റ, ഏത്തപ്പഴം, ഏത് പഴമായാലും കുഴപ്പമില്ല, ഒരു പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കണതിൻ്റെ അളവനുസരിച്ചുള്ള പഴവും എടുത്താൽ മതിയാകും. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് തേൻ ആണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ ഈ പൊടിക്ക് തന്നെ നല്ലൊരു മധുരം ഉണ്ടാകും. പഞ്ചസാര ചേർത്തിട്ടുള്ള ഒരു പൊടിയാണല്ലോ. അപ്പോൾ പിന്നെ അധികം മധുരമൊന്നും വേണ്ടി വരില്ല, പഴത്തിന് മധുരം ഉണ്ടാകും. അപ്പോൾ പിന്നെ അധികം മധുരത്തിൻ്റെ ആവശ്യം വരില്ല. അതുകൊണ്ട് കുറച്ച് തേൻ എടുക്കാം. പിന്നെ ഉള്ളത് പാലാണ്. 1 ഗ്ലാസ് പാലെടുത്ത് നമുക്ക് പഴം തൊണ്ട് കളഞ്ഞ് ഇതിലേക്ക് ഇടാൻ ഒന്ന് മുറിച്ചിട്ടേക്കാം. കൈകൊണ്ട് തന്നെ മുറിച്ചങ്ങ് ഇട്ടാൽ മതി.
അമൃതം പൊടി 3 സ്പൂണ് അമൃതം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേൻ നമുക്ക് 2 സ്പൂൺ തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് പാൽ ആദ്യം ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കാം. തണുപ്പ് ആവശ്യമുള്ളവർക്ക് ഈ ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമുക്കിനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് അടിക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 2 ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ദാഹവും വിശപ്പും ഒക്കെ മാറുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.